PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയതിന് പിന്നാലെ SSK ഫണ്ട് തടഞ്ഞുവെച്ച് കേന്ദ്രം. ധാരണാപത്രം ഒപ്പുവെച്ചതിന് തൊട്ടടുത്ത ദിവസം അനുവദിക്കേണ്ട 329 കോടി ഇതുവരെ സംസ്ഥാനത്തിന് കിട്ടിയില്ല. ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. എന്നാൽ കേരളം പദ്ധതിയിൽ നിന്ന് പിന്മാറിയതായി അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചാൽ തൊട്ടടുത്ത ദിവസം തടഞ്ഞുവെച്ച തുക അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ തുക നൽകിയിട്ടില്ല. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടുപോയ സാഹചര്യത്തിൽ തുക തടഞ്ഞുവെച്ചതായാണ് വിവരം. 2024-25 വർഷം SSK വഴി 329 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിരജ് സാഹു IASുമായി മന്ത്രി ചർച്ച നടത്തി. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകിയും ചർച്ചയിൽ പങ്കെടുത്തു. വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാൻ അഡീഷണൽ സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി മരവിപ്പിച്ചതായി അറിയിച്ച് സർക്കാർ കേന്ദ്രത്തിന് ഉടൻ കത്തയക്കും. ചീഫ് സെക്രട്ടറി കത്തിന്റെ കരട് തയ്യാറാക്കി. മുഖ്യമന്ത്രി വിദേശത്തു നിന്ന് മടങ്ങി എത്തിയാലുടൻ കത്ത് കേന്ദ്രത്തിന് നൽകാനാണ് തീരുമാനം. എന്നാൽ കേരള സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. PM Shri is aspirational scheme for the youngsters of our country. New age education will be given through that. I honestly expect Kerala government will continue what they have promised. I am in mid of the campaigning in Bihar. I don't know about the detail, but I came to know Kerala has formally joined PMC school. പദ്ധതിയിൽ നിന്നും പിന്മാറിയ സർക്കാർ തീരുമാനത്തെ വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കത്തയച്ചോന്ന് എനിക്കറിയില്ല. കത്തയക്കാനുള്ള തീരുമാനം അറിയിച്ചു കാണുമായിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഇതിപ്പോൾ ഗ്ലോബൽ വില്ലേജ് അല്ലേ, ഇത് കേന്ദ്ര തലത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സംസ്ഥാന സർക്കാരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ കാപട്യം ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട BJP വിദ്യാർത്ഥി സംഘടനയായ ABVP പ്രധാനമന്ത്രിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും കത്തയച്ചു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും MOU നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.